അങ്ങനെയെല്ലാം നിങ്ങളെ വണ്ടാക്കിലെ പൊന്നിപ്പുറത്തുകൊണ്ട് വള്ളയമ്പും പൊള്ളുമില്ലും പൊന്നും തിരികെയും എടുത്ത് സ്ഥാനം നോക്കിങ്ങോട്ടാണ് വരുത്തിക്കൊള്ളുക. രണികുല മുത്തപ്പൻ നമ്മളെ മുത്തപ്പൻ യോഗ വയലറ്റ് ശംഖുപുഷ്പമാണ് കേട്ടോ. ഞാൻ മുമ്പിട്ട് പറഞ്ഞിട്ടുണ്ട് വയലറ്റ് ശംഖുപുഷ്പം ഉണ്ടെന്ന്. ആ നിങ്ങൾ കണ്ടിരുന്നോന്ന് എനിക്കറിയില്ല. നമ്മൾ വള്ളം കണ്ടിട്ട് ഇവിടെ മുംബൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോർഡ് മാത്രമേ മുകളിലുള്ള ഓരോ ഐതിഹ്യങ്ങളെ പറ്റിയുള്ളൂ ഇങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ അടിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഓരോ സംഭവങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിപ്പോൾ അവർ അതും കൂടി ക്ലിയർ ചെയ്തു. അത് എല്ലാവർക്കും കഥ അറിയുന്നതുകൊണ്ടായിരിക്കാം. പിന്നെ അത് ചെയ്യേണ്ടത് നിസ്സാരമായിട്ടുള്ള സംഗതിയല്ലല്ലോ. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്താ ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരു സംഗതിയെപ്പറ്റി പൂർണ്ണമായും പഠിക്കാതെയും അറിയാതെയും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെപ്പറ്റി അറിയുന്നവർ മനസ്സിലാക്കിയിട്ട് അവർ നമ്മൾ തെറ്റായിട്ടൊരു മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇപ്പം അതുകൊണ്ട് പറയുന്നത് മാത്രം കേട്ടോ. മുത്തപ്പൻ്റെ ഐതിഹ്യങ്ങളാണ് ഇവിടെ ഒക്കെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആളുകൾ വരുന്ന മുമ്പിട്ട് ഞാൻ വേഗം ചെയ്ത് തീർത്താലെന്ന് വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് വേഗം വന്നുട്ടാ ഞാൻ. ഇനിയിപ്പോൾ ആൾക്കാർ വരാൻ തുടങ്ങും. ആൾക്കാരിങ്ങനെ വന്ന് പോകുന്നുണ്ട്. എല്ലാവരും ഉത്സവമെല്ലാം അടുപ്പിച്ചതുകൊണ്ട് മുത്തപ്പ ചരിതമാണ് കേട്ടോ. ഓരോന്നും ഇവിടെ കൊത്തിവെച്ച പോലെ ചെയ്തു വെച്ചിരിക്കുന്നത്. എന്തായാലും നല്ല ഭംഗിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഒത്തിരി കാര്യങ്ങൾ. വീഡിയോ കൂടുതൽ നീണ്ടുപോകുന്നതായിട്ടാണ് ഇങ്ങനെ ഞാൻ സ്പീഡിൽ പോകുന്നത്. ഇങ്ങനെ മുത്തപ്പൻ ഉണ്ടായി, എങ്ങനെയാണ് മുത്തപ്പൻ്റെ ഇതൊക്കെ പറയുന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല നമസ്കാരം. ഞാനിപ്പം ഇവിടുത്തെ കാഴ്ചകൾ താൽക്കാലികമായിട്ട് നിർത്തുവാണ്. നമുക്ക് അന്നദാനശാലൻ്റെ ഉള്ളും കൂടി കണ്ടിട്ട് വരാം. അപ്പം ബാക്കിയുള്ള കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് ഉത്സവ സമയത്ത് ബാക്കി കാണാം കേട്ടോ. ഞാനിപ്പോൾ ഇന്ന് പോയി കഴിഞ്ഞാൽ ഇനി ഉത്സവത്തിനേ വരും. അപ്പോൾ നല്ല നമസ്കാരം. ശിവം
ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പൂർണ്ണഭക്തിദാനകം വിഘ്നരാജപദ പങ്കജേതിരം വിഘ്നമറ്റിടുവതിന്നു കൈതൊഴാം വിഘ്നരാജ തുണയേകിടേണമേ. ആദിദേവ ഗണദേവ ദൈവമേ വേദമന്ത്രജപമൂല ദൈവമേ മോദമേ ഉപദിനേഴ ദൈവമേ പാദഭക്തി കരുതുന്നു ദൈവമേ. പാർവതി തനയ പാദമെപ്പോഴും ഗർവതെറ്റിയതനുഗ്രഹത്തിനായി സർവവിഘ്നതയും മറ്റു കൈവരാൻ ഗർവതന്നു കടകൂപ്പിടുന്നു ഞാൻ. പഞ്ചപാണിയൊടുമമ്പിനോടിവെന്നെൻ ജഗത്തുമരുവീടുമോ വിഭോ പിഞ്ചു പൈതൽവനാശ്രയാർഹനായി തഞ്ചുമുറ്റുമരുകെൻ്റെ ദൈവമേ. പൊങ്കുമീതമതിനിമ്പ കുമ്പയോടങ്ങു പൂണ്ടിവരും ഇമ്പമേകുമോ തുമ്പി പൊക്കിയരുകമ്പ കാട്ടുമോ തമ്പുരാരേ ഗണനാഥ ദൈവമേ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാ മാണിക്യമൗലി സ്ഫുരത് താരാനായക ശേഖര സ്മിതമുഖേ മാപേന വക്ഷോരുഹാം. പാണിഭ്യാമളിപൂർണരത്നചഷകം രക്തഫലം വിവൃതി സൗമ്യാം രത്നകടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പദ്മാസനസ്ഥാം വികസിതവദനാം പദ്മവത്രായദാക്ഷീം ഹേമാഭാം പീതവസ്ത്രാം കരജലിതലസദ്ധേമ പദ്മാവരാഗേ. സർവാലങ്കാരയുക്തം സതതമഭിയതാം ഭക്തവമ്രാം ഭവാനീം ശ്രീവിദ്യാശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീ. സകുങ്കുമവിലേപനാമളികചുംബികസ്തൂരികാം സമന്തകശിരേഷണ സശരജാവപാശാകുശാം അശേഷജനമോഹിനീമരുണമാല്യഭൂഷാംബരാം ജപാകുസുമഭാസുരാം ജപവിദൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷീന്ദ്രിതപാശാകുശപുഷ്പബാണശാപാ അണിമാതിവിരാവൃതാമയൂഖൈ അഹമിത്യേവ വിഭാവയേ ഭവാനി. ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമോദ്യത ഉദ്യൽഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാശാഠ്യ ക്രോധാകാരാംബുജോജ്വല മനോരൂപേഷു കോദണ്ഡ പഞ്ചതന്മാതൃസായക നിജാരുണ പ്രഭാപൂര മജ്ജർമാഘമണ്ഡല ചമ്പകാചോക പുണ്യാക സൗഗന്ധീകലസത്കജ ഗുരുവിന്ദമണിശ്രേണി കനകോടീരമണ്ഡിത അഷ്ടമി ചന്ദ്രവിഭ്രാജ ദളികസ്ഥലശോഭിത മുഖചന്ദ്രകളങ്കാഭ മൃഗനാഭി വിശേഷക വദനസ്മരമാംഗല്യഭചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭാനാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണഭാസുര കദംബ മഞ്ജരി ക്ലിപ്ത കർണപുര മനോഹര താടങ്കയുഗളേ ഭൂത തവനോടുപമണ്ഡല പത്മരാഗശിലാദർശ പരിഭാവിക പോലെ ഭൂം നവവിദ്രുമ ബിംബ ശീന്യകാരീരതനച്ഛത
ശുദ്ധ വിദ്യാങ്കുരാകാരധ്വജോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷതി ഗന്ധര നിജ സല്ലാപ മാധുര്യ വിനിർഭൻസിന ശ്രീകൃഷ്ണപ്പരുന്ത് വന്നേ കണ്ടോ? ശ്രീകൃഷ്ണപ്പരുന്ത് വന്ന് ശ്രീകോവില് വലമ്പക്കാൻ തുടങ്ങി. ഇതാ മുത്തപ്പൻ്റെ ഇടത്ത് തന്നെയാണ് ഉള്ളത്. കണ്ട അത് ഇങ്ങോട്ട് കണ്ട ശ്രീകൃഷ്ണപ്പരുന്ത് എത്രയാണ്? 5 ശ്രീകൃഷ്ണപ്പരുന്താ വന്നു. 5 എണ്ണാന്ന് നോക്കട്ടെ. കണ്ടാ അല്ലതാ ഇതാ കണ്ടാ വരുന്നുണ്ട് നിങ്ങൾ. ഇതാ ശ്രീകോവില് വലമ്പക്കുന്നുണ്ടാ? ഞാൻ പറയുന്നത് നിങ്ങൾ വെറുതെ പറയുന്നതാണ്. കണ്ടാ ഇതാ മുത്തപ്പൻ്റെ ശ്രീകോവിലായത്. ഇതാ നേരെ മുള്ളുക. കണ്ടാ എന്താ വലമ്പക്കുന്നുണ്ട് നിങ്ങൾ? ശ്രീകൃഷ്ണപ്പരുന്ത് വന്നേ കണ്ടാ? ശ്രീകൃഷ്ണപ്പരുന്ത് വന്ന് ശ്രീകോവില് വലമ്പക്കാൻ തുടങ്ങി. ഇതാ മുത്തപ്പൻ്റെ ഇടത്ത് തന്നെയാണ് ഉള്ളത്. കണ്ടാ അത് ഇങ്ങോട്ട് എന്താ അറിയോ നിങ്ങൾക്ക്? വെള്ളം വീഴുന്ന സാധനം മാത്രമൊന്നല്ല, ഇത് കിണറാവുന്നു. എന്താ കിണറിനാണ് വെള്ളം വന്നിട്ട് ഇതാവുന്നത്. വലിയ ഒരു ഉരുളിയാണ്. ഇവരത് തന്നെയാണ് ഹൈലൻഡ് മുത്തപ്പ ക്ഷേത്രം. നാരായണ പാർക്ക് എന്ന് പറയും, SM പാർക്ക് എന്നും പറയും അവിടെയുള്ളത് കേട്ടോ. നമുക്ക് ഇവിടുത്തെ നിയമാവലി ഒന്ന് കണ്ടിട്ട് അപ്പുറം പോവാം. ഈ കലശമാണ് കേട്ടോ മുത്തപ്പൻ്റെ. എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാറ്, എങ്ങനെയൊക്കെയാണ് നായ കൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. രാവിലെ 5 മണി മുതൽ രാവിലെ 10 മണി വരെയേ ഉള്ളൂ ഇവിടെ നട തുറക്കുക. പിന്നെ അതുപോലെ നിങ്ങൾ ആരെങ്കിലും ദൂരത്തുനിന്ന് കുറേ പേര് വരുന്നുണ്ടെങ്കിൽ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് കുറച്ച് സമയം കൂടി അവർ കാത്തു നിൽക്കും കേട്ടോ. പിന്നെ അതുപോലെ വൈകിട്ട് 4:30 മുതൽ രാത്രി 8:30 വരെയാണ് നട തുറക്കുക. എല്ലാ ദിവസത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഉത്സവ സമയത്ത് കുറച്ചും കൂടി സമയം നമുക്ക് ഇത് മുത്തപ്പനുള്ള ദിവസം, അതായത് മുത്തപ്പനും തിരുവപ്പനുമുള്ള സമയമുണ്ട്. അത് ഞായറാഴ്ച ദിവസമാണ് അധികം ഉണ്ടാവാറ്. നേർച്ച തെയ്യങ്ങളാണ് കൂടുതലുണ്ടാവാറ്. നിങ്ങൾക്ക് നേർച്ച തെയ്യങ്ങളായിട്ട് കഴിക്കാൻ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്ര ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഞാൻ ക്ഷേത്രത്തിൻ്റെ മാനേജറെ കോൺടാക്റ്റ് ചെയ്യാനുള്ള ഒരു വഴി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അന്നദാനം കൊടുക്കുന്നതിന് മുൻകൂട്ടി വിളിച്ചു പറയണം, എങ്കിൽ മാത്രമേ അന്നദാനം കൊടുക്കാൻ പറ്റും. കാരണം ഒത്തിരി പേര് ഇവിടെ ബുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി അതെല്ലാം കിട്ടേണ്ട കുറച്ച് സമയം പിടിച്ചെന്ന് വരും ചില സമയങ്ങളിൽ. അതുകൊണ്ടാണ് പറഞ്ഞാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യണം, എന്നാൽ മാത്രമേ സാധ്യമാവും കേട്ടോ. ഇന്ന് രമേശ് എന്ന് പറഞ്ഞ ആളെ പേരിലാണ്
മുത്തപ്പനുള്ളത് MK രമേശ്, കണ്ണാടിപ്പറമ്പ്. ഇപ്പോൾ ഇവിടുത്തെ നിയമവശവും നിയമാവലിയൊക്കെ വായിച്ചില്ലേ? ഇത് മുത്തപ്പൻ്റെ കഴുകപ്പുര എന്ന് പറയും. ഇതിനുള്ളിൽ ആദ്യമായിട്ട് ഇതിനുള്ളിലായിരുന്നു ഭഗവതി ഉള്ളത് പറയപ്പെടുന്നത് കേട്ടോ. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയായിരുന്നു ഉണ്ടായത് കേട്ടോ. ഒരു സ്ഥാനമായിട്ടുണ്ടായത് ഇങ്ങനെയായിരുന്നു. ആദ്യ സ്ഥാനം എന്ന് പറയുന്നുണ്ട് അതിൽ. അങ്ങനെയുള്ളതാണ് പിന്നീട് ഇന്ന് ഈ രൂപത്തിൽ അവരെത്തിച്ചത്. നിയമവശങ്ങൾ കാണണ്ടേ? വായിക്കാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എന്നാലും നിങ്ങൾക്ക് വായിക്കാം. ഇതിൻ്റെ ഐതിഹ്യങ്ങളാണ് പറയുന്നത് കേട്ടോ. ഇതുണ്ട് കേട്ടോ. 6-ാം തീയതി അന്ന് വരിക കേട്ടോ. ജനുവരി 6-ന് എല്ലാ വർഷവും ഉണ്ടാവലുണ്ട്. 6-ാം തീയതി രാവിലെ 10 മണിക്ക് ഷട്ട് ചെയ്യും. ഇത് മുത്തപ്പൻ്റെ അണിയരാന്ന്, ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ലായിരിക്കും. ശ്രീ മുത്തപ്പ ക്ഷേത്രത്തിലെ ആയുർവേദശാലയാണ് കേട്ടോ. അതിൻ്റെ വിഭാഗമായിട്ടുള്ള സംഭവം.